എല്ലാവരെയും എങ്ങനെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആളാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ സ്വന്തം രമേശ് ചേട്ടനാണ്. രമേശ് പിഷാരടി. നമസ്കാരം. ഞാൻ ഇതൊക്കെ പുതിയ ആളുകൾ അറിയാൻ വേണ്ടിട്ട് ഇതൊക്കെ ചോദിച്ചു. പുതിയ ആളുകളുണ്ടോ? അത് ഞാൻ അതായത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയത് 47-ലാന്ന് ഓരോ തലമുറയും നമ്മൾ പഠിപ്പിക്കുന്ന പോലെ, അല്ലാതെ പണ്ട് പഠിപ്പിച്ചാണല്ലോ നിർത്താതെ പോലെ ഓരോരുത്തർക്കും വേണ്ടി ഇതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും പറയണമെന്നുള്ളതാണ് അഭിഭാഷ്യം. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കോൺഫിഡൻസ്. ഇതൊക്കെ രണ്ട് മേഖല തന്നെയാണ്. സ്ക്രീനനുസരിച്ച് വ്യത്യാസങ്ങളുള്ള മേഖലകൾ തന്നെയാണ്. ഇതെല്ലാം ഒരേതല്ല. അത് നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. രണ്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഓൾറെഡി ഒരു ഐഡന്റിറ്റി അതുകൊണ്ടുണ്ടായി. ആ ഐഡന്റിറ്റി ബാധ്യതയുമാണ്. ആ ഐഡന്റിറ്റി നമുക്കൊരു കോംപ്ലിമെന്റ് ചെയ്യുന്ന സാധനവുമാണ്. കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം എന്ന് വേണ്ട സർവ്വ ജില്ലകളിലും നമ്മൾ പരിപാടിക്ക് പോകുന്നത്. ഞാനും എത്രയോ തവണകളിൽ ഷോ കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്കും 2 മണിക്കും ബസ് സ്റ്റാൻഡുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ട്രെയിനിൽ കിടന്നുറങ്ങി നാഗർകോവിൽ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്, ഉറങ്ങിപ്പോയിട്ട്. അതെല്ലാം പക്ഷെ അതൊക്കെ ഞാനതൊക്കെ ഭയങ്കര സ്ട്രഗിൾ. ആ കാലഘട്ടം കൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ആ സമയത്ത് നമ്മൾ വളരെ സന്തോഷിച്ചിട്ടുള്ളതും വളരെ ആഗ്രഹിച്ച് ചെയ്യുന്നു. മറ്റൊന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നതാണ്. അതൊക്കെ നെഗറ്റീവായിട്ട് തന്നെ ഞാൻ എടുക്കുള്ളൂ. ഞാൻ എത്ര പാടുപെട്ട് വന്നത് അത് എന്നോട് നിർത്താൻ പറയുന്നത് എന്താണ്? ഇഞ്ചി മൈ മീൽ പാർട്ട്ണർ. ഹലോ എവ്രിവൺ, വെൽക്കം ടു മൈൽസ്റ്റോൺ മേക്കേഴ്സ്. ലെറ്റ്സ് ടോക്ക് വിത്ത് പാർവതി. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ സംസാരിച്ചിരിക്കാനായിട്ട് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ട ഒരാളാണ്. ഈ ഒരാളുണ്ടെങ്കിൽ ഈ ആള് മാത്രം മതി. അത് എന്തൊരു ഷോ ആയിക്കോട്ടെ, എന്തൊരു കാര്യം ആയിക്കോട്ടെ, ഈ ഒരാളുണ്ടെങ്കിൽ അത് മാത്രം മതി. ഫുൾ എന്റർടൈൻമെന്റ്, ഭയങ്കര ബ്ലാസ്റ്റിംഗ്, പവർഫുൾ, എല്ലാവരെയും എങ്ങനെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകണമെന്ന് നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആളാരാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെയൊക്കെ സ്വന്തം രമേശ് ചേട്ടനാണ്. രമേശ് പിഷാരടി. നമസ്കാരം ചേട്ടാ, വെൽക്കം ടു ദി ഷോ. ഭയങ്കര ഇൻട്രോ ആയിപ്പോയി. എങ്ങനെയുണ്ട്? ഒരാൾ ഒറ്റയ്ക്ക് മതി എന്ന് പറഞ്ഞിട്ട് എന്നെ വളരെ ഒറ്റപ്പെട്ട ഒരു മനുഷ്യനാക്കി കളഞ്ഞു നിങ്ങൾ. അയ്യോ, അങ്ങനെയല്ല, ശരിക്കും ചേട്ടൻ മാത്രം മതി. ആണോ? എന്നാ താൻ പോക്കോ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് താൻ പോക്കോളാം. അതെന്റെ കുറച്ചു നേരം ഞങ്ങൾ നേരിട്ട് കാര്യങ്ങൾ പറയാം. ഇന്റർവ്യൂ നടക്കണ്ടേ? ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ട് ക്വസ്റ്റ്യൻ ഒക്കെ എഴുതി. രണ്ടുപേര് വേണം. ഇതിന് 2 പേര് വേണം. ഞാൻ ഉദ്ദേശിച്ചത് വലിയൊരു ഷോ ഒക്കെ ആണെങ്കിൽ രമേശേട്ടൻ മാത്രം മതി. അവാർഡൊക്കെ ആണെങ്കിൽ ഓപ്പൺ ഡാൻസ് തൊട്ട് ഞാൻ അങ്ങ് ചെയ്യുക, അതല്ലേ ഉദ്ദേശിച്ചത്? ഗസ്റ്റിനെ ഒക്കെ എന്റർടൈൻ ചെയ്ത് അതെങ്ങനെ നടത്തിക്കൊണ്ട് പോകണം എന്നൊക്കെ അതൊക്കെ എന്റർടൈൻ ചെയ്ത് ഇവര് അതിനു വേണ്ടിയാണല്ലോ നമ്മളെ വിളിക്കുന്നത്, പൈസയൊക്കെ തന്ന്. അപ്പൊ ചെയ്യേണ്ടത് പിന്നെ തീർച്ചയായും അതുകൊണ്ട് ചെയ്യുന്നതാ. ഈ രമേശേട്ടൻ സ്കൂൾ ടൈമിലൊക്കെ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോഴേ ചേട്ടൻ ഇങ്ങനെ ട്രൂപ്പ് അല്ലെങ്കിൽ മിമിക്രി. കോളേജിലാവുമ്പോ ട്രൂപ്പ് ഉണ്ട്, സ്കൂളിൽ പഠിക്കുമ്പോൾ ട്രൂപ്പ് അല്ല, സ്കൂളിൽ പഠിക്കുമ്പോൾ മിമിക്രി അതൊക്കെ ചെയ്ത് തുടങ്ങുന്നുണ്ടായിരുന്നു. പഠിക്കുന്ന ഒരാളായിരുന്നു ചേട്ടൻ. ഒരു 6ാം ക്ലാസ് വരെയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് പഠിത്തത്തിൽ ശ്രദ്ധ ഇത്തിരി പോയി. ഇപ്പുറത്തോട്ടുള്ള ശ്രദ്ധ ഭയങ്കരമായിട്ട് കൂടി. തീരെ മോശമല്ല, മാർക്ക് കുറഞ്ഞു തുടങ്ങി. ആദ്യമൊക്കെ നല്ല മാർക്കായിരുന്നു. ഭയങ്കര പഠിത്തക്കാരന്മാരുടെ ലിസ്റ്റ് ഉണ്ടല്ലോ, അതിലുണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു ഗുണം ഉണ്ടായിരുന്നത്, എനിക്ക് ഓർമ്മയുണ്ടാവും, നല്ല ഓർമ്മയാണ്. അപ്പൊ എനിക്ക് ഈ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്ന ഒരു വിധത്തിൽപ്പെട്ട കാര്യമൊക്കെ എനിക്ക് ഓർമ്മയിരിക്കും. ഈ വർഷങ്ങളൊക്കെ തോറ്റിപ്പോവുള്ളൂ. ഇതിന് വർഷം, ചില ഡേറ്റ് ഒക്കെ മറന്നു. ബാക്കി കഥ പോലെ അങ്ങ് ഓർത്തു കഴിഞ്ഞാൽ എനിക്ക് അത്യാവശ്യം പറ്റുമായിരുന്നു. കണക്ക് പറ്റൂല, കണക്ക് കൂട്ടണമല്ലോ. പക്ഷെ സയൻസ് സാധനങ്ങൾ, ഫിസിക്സ് അല്ലെങ്കിൽ സാമൂഹ്യ പാഠം എന്നൊക്കെ പറഞ്ഞാൽ 1ാം ലോകയുദ്ധം, 2ാം ലോക മഹായുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ 2 പ്രാവശ്യം വായിച്ചാൽ മതി. ബാക്കി കയ്യിൽ നിന്നും കൂടി ഇട്ടങ്ങ് എഴുതി പൊളിക്കായിരുന്നു ഞാൻ. പക്ഷെ എന്തുകൊണ്ടാ ചേട്ടാ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് ഭയങ്കര ആഗ്രഹിച്ച സ്റ്റേറ്റിലോട്ട് പോയത്? പിന്നെ അത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതൊക്കെ എൻ്റെ കൂട്ടുകാരൻ ഒരു ഷൈൻ ഉണ്ടായിരുന്നു. അവൻ മലയാളം മീഡിയത്തിലായിരുന്നു. ഞാൻ 7 മണിക്ക് എണീറ്റ് സ്കൂളിൽ പോകാൻ നിൽക്കുമ്പോൾ ഇവൻ ചുമ്മാ പല്ല് വെച്ചുകൊണ്ട് മുറ്റത്ത് കൊണ്ടാവും. അവർ 10 മണിക്ക് പോയാൽ മതി. ഞാൻ ശനിയാഴ്ച സ്കൂളിൽ പോകുമ്പോൾ ഇവർക്ക് ശനിയാഴ്ച അവധി. അവന് യൂണിഫോം വേണ്ട. ഭയങ്കര സുഖം. പിന്നെ ഞാൻ സെൻട്രൽ ഗവൺമെന്റ് അല്ലേ, അപ്പൊ നമുക്ക് ഗുരു നാനാക്ക് ജയന്തി എന്നൊക്കെ പറഞ്ഞ് അവധി കിട്ടും. നമ്മുടെ കൂട്ടുകാരും ഇല്ല. ഓണത്തിന് 4 ദിവസം അവധിയുള്ളൂ. ഓണത്തിന് ഇവർക്ക് 10 ദിവസം അവധി. നമുക്ക് ദസറക്ക് 10 ദിവസം അവധി. ഇവിടെ ആരുമില്ല കൂട്ടുകാർ. അങ്ങനെയൊക്കെ ആയപ്പോ ഞാനത് മാറ്റിയതാ. ആണല്ലേ? മൊത്തത്തിൽ അങ്ങ് CBSE സ്റ്റേറ്റിലേക്ക് ആവാൻ തീരുമാനിച്ചു. അങ്ങനെ ആയി. ഓക്കെ.
എന്തായാലും ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് ചേട്ടന്റെ കുറച്ച് സുഹൃത്ത് ബന്ധങ്ങളെ കുറിച്ചിട്ടാണ്. ഇപ്പൊ എന്തായാലും ജയറാമേന്റെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചേട്ടന് തന്നിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചേട്ടൻ അഭിനയിച്ചിട്ടുള്ളത് ഒക്കെ ജയറാമേന്റെ കൂടെയാ. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ വിഷമങ്ങളും ഷെയർ ചെയ്യുന്നതൊക്കെ ജയറാമേന്റെ. വിഷമങ്ങൾ ഷെയർ ചെയ്യലെന്നൊന്നും എനിക്കറിയില്ല. അത് അദ്ദേഹത്തിന്റെ കൂടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്. ജയറാമേട്ടനെ കുറിച്ചുള്ള നല്ലൊരു ഓർമ്മ പറയാമോ? ജയറാമേട്ടന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ പടങ്ങൾ ചെയ്തിട്ടുള്ളത്. ജയറാമേട്ടൻ സിനിമയിലെത്തി ആ ലെവലിൽ എത്തിയതോടുകൂടിയാണ് കേരളത്തിലുണ്ടായിരുന്ന മറ്റ് മിമിക്രി തൊഴിലായി ചെയ്ത ആളുകൾക്കെല്ലാം അതിനൊരു കുറച്ചുകൂടി ഒരു ഡിഗ്നിറ്റി വന്നതും ആൾക്കാരോട് നിങ്ങളൊക്കെ നാളെ സിനിമയിലെത്തുമല്ലോ എന്ന് അദ്ദേഹം പത്മശ്രീ വരെ മേടിച്ചത് പിന്നെയാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ചില ഇഷ്ടങ്ങൾ മേളം, ജീവികൾ, ആന, പറമ്പ് അങ്ങനെയുള്ള പരിപാടികളിലൊക്കെ സിനിമ കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് പോകുന്ന ഒരാളാണ്. സിനിമയെ തന്നെ നിർമ്മാണം, സംവിധാനം, എഴുത്തുന്നൊന്നും പറഞ്ഞ് ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാളല്ല. സ്വന്തം ഇഷ്ടങ്ങൾക്കും കാര്യങ്ങൾക്കൊക്കെ സിനിമയോടൊപ്പം പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. വലിയൊരു ഫാമിലി മാനാണ്, കുടുംബസ്ഥനാണ്. പിന്നെ ഞാൻ ഇന്നാൾ പറഞ്ഞ പോലെ ഇതുമായിട്ടൊക്കെ ചില ആൾക്കാർ ഇതിലോട്ടെത്തി കുറച്ചുകൾ കഴിയുമ്പോൾ ഇതിന്റെ ടച്ച് വിട്ടുപോയി ഇപ്പൊ ചെയ്യാൻ പറ്റൂല എന്നൊക്കെ പറയുമല്ലോ. അങ്ങനൊന്നുമില്ല. എപ്പോഴും ആര് ചോദിച്ചാലും ഏറ്റവും സ്റ്റാറായിട്ട് നിൽക്കുമ്പോഴും 2 ശബ്ദം അനുകരിക്കാൻ പറഞ്ഞാൽ 2 ശബ്ദം അനുകരിക്കുകയും സ്റ്റേജിൽ കയറി പരിപാടികൾ അവതരിപ്പിക്കാനൊക്കെ വലിയ സന്തോഷവും താല്പര്യമൊക്കെ ഉള്ള ഒരാൾ തന്നെയാണ്. ആദ്യ സിനിമ ഡയറക്ട് ചെയ്യുമ്പോഴേക്കും അത് പറഞ്ഞ് ജയറാമേന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ചേട്ടൻ എന്ത് ചെയ്യുന്നു? ഞാനൊരു വിഷുവിന്റെ ദിവസം അന്ന് ആകാശമിട്ടായി എന്ന് പറഞ്ഞൊരു പടത്തിന്റെ ലൊക്കേഷനിലായിരുന്നു ജയറാമേട്ടൻ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഥയൊക്കെ പറഞ്ഞ് അദ്ദേഹം അതിന്റെ പെറ്റ് ഷോപ്പ് ഓണറാണ്, സിനിമയ്ക്ക് ജീവികളെ കൊടുക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ഫുൾ കഥ കേട്ടിട്ട് ചെയ്തോളുമല്ലോ അല്ലേ ഞാൻ ചെയ്തു ഷെയ്ക്ക് ഹാൻഡ് തന്ന് അന്ന് തന്നെ അപ്പം തന്നെ സമ്മതിക്കുകയും ഫിക്സ് ചെയ്യുകയും ചെയ്തതാണ് വിഷുവിൻ്റെ അന്ന് അദ്ദേഹത്തിന്റെ വേഷം എന്ന് പറയുന്നത്. എന്തായാലും ഭയങ്കര രസമുള്ള സിനിമയായിരുന്നു. എനിക്ക് തോന്നുന്നു പിഷാരടി ചേട്ടനും ആ ഒരു ഈ മറ്റേ ആനിമൽസും എല്ലാം കൂടെ ആകുമ്പോഴേക്കും ആ മൊത്തത്തിൽ അതുങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് നല്ല അത് ആ സമയത്ത് അതിൽ ഓരോന്നും ഇപ്പൊ നോക്കൂ. അടുത്ത കാലത്ത് അറിഞ്ഞൊരു കാര്യം, ഞാൻ അതിനകത്ത് ജയറാമേട്ടൻ ഇൻട്രൊഡക്ഷൻ ഷോട്ട് പ്ലാൻ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് നമ്മൾ അഡീഷണൽ വെച്ചിട്ടുള്ളത് ചെവിയും തലയും വയറുമാണ്. ബാക്കി ഒക്കെ അദ്ദേഹം തന്നെയാണ്. ചെവിയും തലയും വയറുമാണ് അഡീഷണൽ വെച്ചേക്കുന്നത്. ഇത് മാത്രം എസ്റ്റാബ്ലിഷ് ചെയ്ത് നമ്മളൊരു കുതിരയെ വെച്ചിട്ട് കുതിരയുടെ അവിടെ നിന്ന് ചെവിയും തലയും വയറും മാത്രം കാണുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഷോട്ട് വെച്ചിരുന്നത്. അതായിരുന്നു ഒരുപാട് ആലോചിച്ച് ചെയ്തിട്ടുള്ള ഒരു ഷോട്ടായിരുന്നു. വലിയ സന്തോഷം തോന്നിയത് അദ്ദേഹത്തിന്. ഇപ്പൊ അദ്ദേഹം ഒരു സ്റ്റേജിൽ പറഞ്ഞു അത് എന്നോടൊപ്പം ഈ പറഞ്ഞ നമ്മുടെ പൊന്നിയിൻ സെൽവനിലെ വേഷം കിട്ടുന്നത്. അപ്പം മണിരത്നം സാറിനോട് അദ്ദേഹം ചോദിച്ചു എങ്ങനെയാണ് ഈ വേഷത്തിന് എന്നെ വിളിച്ചത്. ആഴ്വാർക്കടി എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇച്ചിരി പൊക്കം കുറഞ്ഞ ഒരാളൊക്കെ ആയിട്ടാണ് ആ കഥയിൽ എങ്ങനെ വെച്ചു എന്ന് ചോദിച്ചപ്പം മണിരത്നം സാറ് ജയറാമേട്ടനോട് പറഞ്ഞു എന്ന് പറഞ്ഞു, പിഷാരടി എന്ന് പറഞ്ഞൊരു ഡയറക്ടറുടെ പടം മലയാളത്തിൽ ചെയ്തത് ഞാൻ കണ്ടു, അതിലെ ക്യാരക്ടർ കണ്ടിട്ടാണ് ഇത് ചെയ്തതെന്നുള്ളത്. അങ്ങനെ ചില കാര്യങ്ങൾ കേട്ടാൽ നമ്മളോട് വളരെ സ്നേഹത്തോടെ പറയുന്ന ഒരാളും കൂടിയാണ് അദ്ദേഹം ജയറാമേട്ടൻ. മമ്മൂക്ക എന്ന് പറയുന്നത് നമ്മൾ ജനിക്കുമ്പോൾ സൂപ്പർ സ്റ്റാറാണ് അദ്ദേഹം, ഇപ്പോഴും ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഈ സിനിമ അല്ലാതെ മറ്റൊരു വിഷയത്തിലോ മറ്റൊരു കാര്യത്തിലോ മറ്റൊന്നിലും ഫോക്കസ് പോവില്ല. പക്ഷെ എല്ലാത്തെക്കുറിച്ചും കൃത്യമായി അറിവുള്ള, പഠിക്കുന്ന, നമ്മൾ എന്ത് വിഷയത്തെക്കുറിച്ച് പറഞ്ഞാലും അത് എന്ത് വിഷയവും ഞാൻ ഒരു അത്ഭുതമായിട്ട് പറയുന്നത് തന്നെയാണ്. നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞാലും അതിനെപ്പറ്റി കൃത്യമായൊരു ധാരണയും അറിവും ഒക്കെ ഉള്ള ആളാണ്. വളരെ അക്കാഡമിക്കായിട്ട് നല്ല ഓർമ്മയിൽ പണ്ട് തൊട്ട് ചെയ്ത സിനിമകൾ, സിനിമയുടെ കാര്യങ്ങൾ, സിനിമയുടെ ഏറ്റവും പുതിയ ടെക്നോളജികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹവുമായിട്ട് നമ്മൾ സമയം ചെലവാക്കുന്നത് ഇങ്ങനെ പറയും, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ദ പീപ്പിൾ. അവരുടെ അംബീഷൻ നമ്മളെ അസ്വസ്ഥനാക്കുന്ന രീതിയിലുള്ള ആൾക്കാരോടൊപ്പം വേണം നമ്മൾ നിൽക്കാൻ എന്ന് പറയും. അങ്ങനെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത്. മമ്മൂക്കയുടെ അഭിനയം ഒക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലോ ചേട്ടൻ. അപ്പൊ നോട്ട് ചെയ്തിട്ടുള്ള ചേട്ടൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം എന്താ? അദ്ദേഹം ക്യാരക്ടറെ ഉണ്ടാക്കുക എന്ന് പറയും. ക്യാരക്ടർ ഉണ്ടാക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം മധുരരാജൻ ഷൈലോക്ക് ഒന്നും സമൂഹത്തിലുള്ള ഒരാളല്ല. അങ്ങനെ ഒരാളെ നിങ്ങളുടെ അയലോക്കത്തോ ബന്ധുത്വത്തിലോ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ കാഴ്ചയിൽ ഉള്ള ആളോ അമരത്തിലുള്ള ആളോ നിങ്ങളുടെ സൗഹൃദത്തിലുള്ള ഒരാളാണ്. അവിടെ തൊട്ട് ഇപ്പം മൃഗയിലെ ആള് വളരെ ഇങ്ങനെ നടക്കുന്ന ഒരാളെ തൊട്ട് പഴശ്ശിരാജയിലുള്ള നെഞ്ചു വിരിച്ച് നടക്കുന്ന ഒരാൾ വരെയുള്ള ശരീരഭാഷയിലും ശബ്ദത്തിലും വർത്തമാനത്തിലും ഒക്കെ ഒരു ക്യാരക്ടറെ മൗൾഡ് ചെയ്തെടുക്കുന്നതിൽ വളരെ ശ്രമകരമായിട്ട് അധ്വാനിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അഭിനയത്തിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന ചില ടെക്നിക്കുകൾ വളരെ കൗതുകമുള്ള, രസമുള്ള. അപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ ഗാനഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ അടക്കുമ്പം അദ്ദേഹം വീട്ടിൽ നുണ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഒരു സീനിൽ. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇക്ക ഈ പറയുന്നത് നുണയാണ്,
ഇതൊക്കെ നുണ പറഞ്ഞിട്ടാണ് പോകുന്നത് കേട്ടോ, അതിൻ്റെ ഒരു സംഭവം വേണം, അത് ഞാനൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞു. ഞാൻ എന്താ എടോ, ഈ ലോകത്ത് മനുഷ്യൻ നുണ പോലെ സ്വാഭാവികമായിട്ട് പറയുന്നൊരു സാധനമില്ല. സ്ക്രിപ്റ്റ് വൈസ് ഈ പറയുന്നത് നുണയാണെന്ന് മനസ്സിലാക്കിക്കോണം. അല്ല നുണ പറയുന്ന ആൾ നുണ പറയുന്ന പോലെ അഭിനയിച്ച് നുണ പറഞ്ഞാൽ നുണയാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലാവും. അതുകൊണ്ട് നുണയാണ് ഏറ്റവും സ്വാഭാവികമായിട്ടൊക്കെ പറഞ്ഞിട്ട് പോകുള്ളൂ. നുണ ആൾക്കാർ അഭിനയിച്ച് പറയില്ലെന്ന് പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് ഓർക്കാത്ത, ഞാൻ ഓർത്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് ഇത്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. അതെ. ധർമ്മജൻ ചേട്ടൻ കുറേ കഥകൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എവിടെയും പറയാത്തൊരു കഥ ഉണ്ടോ നിങ്ങളുടെ രണ്ടുപേരുടെ? ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞങ്ങൾ ഈ പലവഴിക്ക് നടക്കുന്ന കാരണം അങ്ങനെ കഥകൾ കിട്ടുന്നില്ല. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി കളിയാണ് ഇവനെ സംബന്ധിച്ച് കഥകൾ കിട്ടാനായിട്ട്. പഴയ കഥകൾ പറഞ്ഞിട്ടുള്ള കഥയൊക്കെ ഉണ്ട്. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞാല് വാട്സപ്പ് വന്നു, കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് വാട്സപ്പിൽ ഗ്രൂപ്പ് വന്നത് അല്ലെ? വാട്സപ്പിൽ ഗ്രൂപ്പ് വന്നു. അപ്പൊ ഞാനും എൻ്റെ ഒരു കൂട്ടുകാരൻ ഹരി എന്ന് പറഞ്ഞൊരുത്തനൊക്കെ ഉണ്ട്. ഹരിയും ഞാനും ഒക്കെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാനൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ട് ധർമ്മജനെ അതിൽ ആഡ് ചെയ്തു. അപ്പൊ ധർമ്മജൻ ഈ ഗ്രൂപ്പ് വന്നത് അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്നെ രാവിലെ വിളിച്ചേക്കോ, എടാ നിന്റെ വാട്സപ്പിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഞാൻ ചോദിച്ചില്ല, നീയും ഹരിയും മിണ്ടണമെന്ന് എനിക്ക് കേൾക്കാന്ന്. ഇങ്ങനെയൊക്കെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞു, പുതിയ സാധനം വന്നതാണ്, നീ അതിനകത്തുണ്ട്, അതുകൊണ്ടാണ്. നിങ്ങൾ പറയണ എനിക്ക് കേൾക്കാന്ന്. ആര്യ നമ്മുടെ ഇത് തുടങ്ങുന്ന സമയത്ത്, ബിടായങ്ങളവ് തുടങ്ങുന്ന സമയത്ത് ഒരു പുതിയ ആള് വേണം, അതിലാണ് പെൺവേഷം കെട്ടണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ഡ്രസ്സും ചേരുന്ന വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു 30 വയസ്സ് താഴെയുള്ള ഒരാളെങ്കിലും അതിൽ ഇരിക്കട്ടെ എന്നും പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ ആലോചിച്ച് ഒരു ടേപ്പ് ഇട്ട് കണ്ട് അവരുടെ വേറൊരു പെർഫോമൻസ് കണ്ടിട്ട് അതിലോട്ട് വിളിച്ചുകൊണ്ട് വന്ന ആളാണ് ആര്യ. വളരെ ആദ്യം തന്നെ ആര്യ ചേച്ചിനെ തന്നെ കാസ്റ്റ് ചെയ്തത് അതിനകത്തേക്ക്? ആര്യ ചേച്ചിനെ തന്നെയാണോ അതിലേക്ക് ആദ്യം തന്നെ കാസ്റ്റ് ചെയ്തത്? അല്ല, വേറൊരാളെ ആദ്യം ഒന്ന് ആലോചിച്ചിരുന്നു. നോക്കി വക്കത്തെത്താറായപ്പോഴത്തേക്ക് അയാള് ഒരു ഹീറോയിനായിട്ട് പോയി മലയാള സിനിമയില്. അങ്ങനെ പോയതുകൊണ്ട് പിന്നെ അത് മാറി ആര്യ വന്നതാണ്. അപ്പൊ ആര്യ വളരെ ഡ്രസ് സെൻസ് ഉള്ള ഒരാളാണ്, വളരെ നല്ല ഡാൻസറാണ്. നമ്മുടെ മുകേഷ് ഏട്ടൻ, ഞാൻ, മനോജ്, ധർമ്മജൻ, പ്രസീത ചേച്ചി, വലിയ ആ ബാച്ചിൻ്റെയൊക്കെ കൂടെ ഒരു തുടക്കക്കാരിയായിരുന്നിട്ടും വളരെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു നിന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ തന്നെ വലിയ വലിയ ഷോ ഒക്കെ ആങ്കർ ചെയ്യുന്നും ഒക്കെ ആയിട്ടുണ്ട്. പക്രുച്ചേട്ടനും ഞാനും ഒന്നിച്ച് മാസങ്ങളോളം വിദേശയാത്ര പോയിട്ടുണ്ട്. അന്ന് പക്രുച്ചേട്ടനെ എടുക്കുന്ന ഒരാൾക്ക് വിസ കിട്ടിയില്ല. എപ്പോഴും അങ്ങനെ ഉണ്ടല്ലോ, പക്രുച്ചേട്ടൻ ഒറ്റയ്ക്ക് പലതും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എടുക്കുന്ന ഒരാളുണ്ട്. വിസ കിട്ടാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുതൽ സമയം ഞാനായിരുന്നു. വളരെ വിഷനുള്ള ഒരാളാണ് അദ്ദേഹം. വേണമെങ്കിൽ വളരെയധികം ദുഃഖിക്കാവുന്ന ഒരാളിൽ നിന്നും വളരെയധികം ഫൈറ്റ് ചെയ്ത് മുന്നിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്, ചെറിയ ചെറിയ ചുവടുകൾ. ഞാൻ അതിൻ്റെ തുടങ്ങുന്ന ഒരു വരി ഇങ്ങനെയാണ്: ഒരു സാധാരണക്കാരൻ ഒരു ചുവട് വെക്കുമ്പോൾ ഞാൻ 3 ചുവട് വെക്കണം അവരോടൊപ്പം എത്താൻ എന്നും പറഞ്ഞ് തുടങ്ങുന്നതാണ്. അങ്ങനെ നമ്മൾ 100 ചുവട് വെച്ചപ്പോൾ അദ്ദേഹം 300 ചുവടുകൾ വെച്ചിട്ട് ഒപ്പം എത്തിയിട്ടുള്ള ഒരാളാണ്. അതിന് വലിയ റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. ജയസൂര്യ ഒരു വളരെ അംബീഷ്യസ് ആയിട്ടുള്ള, വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കാണുമ്പോഴൊക്കെ എന്നോട് ആയ കാലത്ത് ഒരിക്കൽ മാവേലി കുമ്പത്ത് എന്ന് പറയുന്ന കാസറ്റ് പങ്കെടുക്കുക എന്നുള്ളത് എൻ്റെയും ഒരു ആഗ്രഹമായിരുന്നു, അദ്ദേഹത്തിൻ്റെയും ഒരു ആഗ്രഹമായിരുന്നു. ഈ മിമിക്രിയിൽ എന്നുണ്ടായിരുന്ന എല്ലാവരുടെയും ആഗ്രഹമായിരുന്നത്. അതിൽ അദ്ദേഹം സിനിമയിൽ വന്നതിന് ശേഷമാണ് പങ്കെടുത്തത്. അതിൽ പങ്കെടുത്ത് വന്നതിന് ശേഷം രാത്രി ഒരു ദിവസം എന്നെ കൊണ്ടുപോകുമ്പം എന്നെ കടവന്ത്ര വരെ അദ്ദേഹത്തിൻ്റെ കാരണമാണ് കൊണ്ടാക്കിയത്. അപ്പോൾ പറഞ്ഞു, എടാ നീ ചാൻസ് ഒക്കെ ചോദിക്കണം, നീ ശ്രമിക്കണം, നീ സിനിമയിൽ വരുമ്പം നീ ആദ്യത്തെ വേഷം കിട്ടിയിട്ട് എനിക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എൻ്റെ രണ്ടാമത്തെ പടം തന്നെ പോസിറ്റീവ് എന്നും പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു. ഇടയ്ക്കിരുന്ന് വർത്തമാനം പറയാൻ വളരെ താല്പര്യമുള്ള ഒരാളാണ്. നീ ഫ്രീ ആണ്, വീട്ടിലോട്ട് പോകാന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ചിലപ്പം കുറേ നേരം പല വിഷയങ്ങളിൽ വർത്തമാനമൊക്കെ പറയുന്ന ഒരാളാണ്. വളരെയധികം ശ്രമിക്കുന്ന ഒരാളാണ് ഇപ്പോഴും. ഈ ജയേട്ടനൊക്കെ ഭയങ്കര സ്ട്രഗിൾ ചെയ്തിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് വന്നതാണെന്ന് ഇപ്പൊ നസീറിക്കാനൊക്കെ ഇന്റർവ്യൂ ചെയ്തപ്പോഴേക്കും, നസീറിക്കാണ് ശരിക്കും കഥകളൊക്കെ പറഞ്ഞത്. നസീറിക്കയുടെ ട്രൂപ്പിലായിരുന്നു അവിടെ ആദ്യം ഞാൻ, സലീം കുമാറിന്റെ ട്രൂപ്പിലായിരുന്നു. ജയസൂര്യൊക്കെ നസീറിക്കയുടെ ട്രൂപ്പിലായിരുന്നു. ചേട്ടൻ എങ്ങനെയായിരുന്നു സലീം സാറിന്റെ അതിലേക്ക് കയറുന്നത്? അത് ഞാൻ പത്രത്തിൽ പരസ്യം കണ്ട് അപ്ലൈ ചെയ്ത് പോയതാ. ഭയങ്കര ആഗ്രഹം കൊണ്ട്. എന്നാലും പറയും ചേട്ടാ, അതെ, ഞാൻ സലീമേട്ടൻ ട്രൂപ്പിൽ പത്രത്തിൽ പരസ്യം കണ്ട് പോയി. സലീമേട്ടനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നേ, ഞാൻ ബോബനാലം മൂടനെ അനുകരിച്ച് പറ്റിച്ച കഥയൊക്കെ. തന്റെ ഇന്റർവ്യൂ ആൾക്കാർ കാണേണ്ട അവസരം. ഇപ്പം പറഞ്ഞ കഥയൊക്കെ തന്നെയുള്ള പഴയ കാര്യങ്ങളൊക്കെ പറയണമെന്നൊക്കെ പറയും. പുതിയത് എന്തെങ്കിലുമൊക്കെ ചോദിച്ചാൽ ഞാൻ ഇതൊക്കെ പുതിയ ആളുകൾ അറിയാൻ വേണ്ടിട്ട് ഇതൊക്കെ ചോദിച്ചു. പുതിയ ആളുകളുണ്ടോ? അത് ഞാൻ അതായത് ഇപ്പൊ എനിക്ക് മനസ്സിലായി. അതായത് ഇപ്പൊ സ്വാതന്ത്ര്യം കിട്ടിയത് 47-ലാന്ന് ഓരോ തലമുറയും നമ്മൾ പഠിപ്പിക്കുന്ന പോലെ
അല്ലാതെ പണ്ട് പഠിപ്പിച്ചാണല്ലോ എന്ന് ഓർത്ത് നിർത്താതെ പോലെ ഓരോരുത്തർക്കും വേണ്ടി ഇതെല്ലാം നമ്മൾ വീണ്ടും വീണ്ടും പറയണമെന്നുള്ളതാണ് അഭിഭാഷ്യം. ശരി, നമ്മൾ പറഞ്ഞേക്കാണോ. ഈ നല്ലവനായ ഉണ്ണീന്ന് ഇപ്പോഴും ആളുകൾ വിളിക്കാറുണ്ടോ ചേട്ടനെ? ഇടയ്ക്കൊക്കെ വിളിക്കും, ഇടയ്ക്ക് കാണുമ്പോഴൊക്കെ വിളിക്കും, അത്രേ ഉള്ളൂ. സ്ഥിരം അങ്ങനെ വിളിക്കൊന്നുമില്ല. കാരണം എനിക്ക് അല്ലാണ്ട് പേരുള്ളതുകൊണ്ടും അറിയാവുന്നതുകൊണ്ടും നമ്മുടെ പേരൊന്നും അറിയത്തില്ലാതെ നമ്മളൊരു ക്യാരക്ടർ ചെയ്തത് ഹിറ്റായാലൊക്കെയാണ് ആൾക്കാർ ആ പേരിലൊക്കെ ഭയങ്കരമായിട്ട് വിളിക്കുള്ളൂ. നമ്മളെ കൃത്യമായിട്ട് അറിയാലോ ആളുകൾക്ക്, അതുകൊണ്ട് ആ പേര് വിളിക്കാറില്ല. ആ നല്ലവനായ ഉണ്ണി ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു, നല്ലവനായ ഉണ്ണിയായിട്ട് മാറിയതായിരുന്നു. ഓക്കെ, അപ്പൊ ഇപ്പോഴും ആൾക്കാർ വിളിക്കാറുണ്ട്. ഈ ഫാൻസ് ഒക്കെ എങ്ങനെയാ? നല്ലൊരു ഫാൻ മൊമെന്റ് പറയാനുണ്ടോ ചേട്ടന്? എങ്ങനെ? ഫാൻസ് ഒക്കെ ഒരുപാടുണ്ടല്ലോ രമേശ് ചേട്ടനെ? ഉണ്ടോ? ഉണ്ട്, പിന്നെ ഇഷ്ടം പോലെ ഫാൻസ് ഉണ്ട്. നല്ലൊരു ഫാൻ മൊമെന്റ് പറയാമോ ഓർത്തിരിക്കുന്നത്? ഓർത്തിരിക്കുന്നിടോ അങ്ങനെ അതൊക്കെ ഈ നടിമാർക്കൊക്കെ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഭയങ്കര ഫാൻ മൊമെന്റ് ഒന്നും അങ്ങനെയൊക്കെ ആരാണ്ട. നമ്മുടെ കൂടെ വരും, ഫോട്ടോ എടുക്കും, ചേട്ടൻ കാണാറുണ്ട്, ഇഷ്ടമാന്നൊക്കെ പറയും എന്നുള്ളതുണ്ട്. ഇപ്പൊ ഫാൻ മൊമെന്റ് രസം എന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഒരു ദിവസം വന്നിട്ട് ഒരു ഫാമിലി, ഒരു ചേട്ടനും ചേച്ചിയും കൊച്ചുണ്ട്, എന്നെ കണ്ടിട്ടുണ്ട്. ഓ ഇത് ആള് നിന്റെ ഒരു രക്ഷയില്ലട്ടോ, നിന്റെ പരിപാടി വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്നെ TV കാണിക്കല, എനിക്ക് എന്നെ ക്രിക്കറ്റും കാണിക്കല, വാർത്തയും കാണിക്കല, നീ അങ്ങ് നിന്നെ എടി കയറി നിന്നെ കൂടെ നിന്ന് ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് പുള്ളിയാ ഫോട്ടോ എടുക്കുന്നത്, ഭാര്യനും കൊച്ചിനെയൊക്കെ എൻ്റെ കൂടെ എടുത്തിട്ട്. ഞാൻ തമാശ പറഞ്ഞില്ലെന്ന്, എന്നെ നിന്റെ പരിപാടി വന്നു കഴിഞ്ഞാൽ പിന്നെ പോയി എന്നെ ഒരു സാധനം കാണിക്കില്ല, ഞാൻ പിന്നെ ഈ സൈസ് വൃത്തിയോടൊന്നും കാണൂല കേട്ടോ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ട് നല്ലൊരു ഫാൻ മൊമെന്റ് പുള്ളി അത്രയൊക്കെ പറഞ്ഞിട്ടേ. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് തീരെ പ്രതീക്ഷിക്കാത്ത ചില കാര്യം, ഇപ്പൊ 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഇതും പറഞ്ഞിട്ടുള്ളതാണ് ഫാൻ മൊമെന്റിന്റെ അല്ല. ഇപ്പൊ ഞാൻ എൻ്റെ കൊച്ചിന് പനി പിടിച്ചിട്ട് ആശുപത്രി പോയിരിക്കും, എൻ്റെ മൂത്ത മോക്ക് പനിയായിട്ട്. അപ്പം മോളെ മടി വെച്ച് നമ്മൾ ഡോർ തുറന്നകത്ത് കയറുമ്പോൾ തന്നെ ഈ ഡോക്ടർ എന്നെ കണ്ടു, പക്ഷെ പുള്ളി നിൽക്കുന്നുണ്ട്, ഇരുന്നു, കൊച്ചിനെ വെച്ചു. കൊച്ചിൻ്റെ കക്ഷത്തിൽ തെർമോമീറ്റർ ഒക്കെ വെക്കുമ്പോഴേക്ക് ഈ ഡോക്ടർ വളരെ അസ്വസ്ഥത കാണിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒറ്റ ചിരി ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, സോറി, എനിക്ക് നിങ്ങളെ കണ്ടപ്പോൾ തൊട്ട് ചിരി വന്നിട്ട് ഒരു രക്ഷയില്ല, എനിക്കറിയാം ഈ സമയത്ത് ചിരിക്കാൻ പാടില്ല എന്ന്, പക്ഷെ ഐ കുഡിൻ കൺട്രോൾ, എനിക്ക് പറ്റിയില്ല, സോറി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് സന്തോഷമേ തോന്നിയുള്ളൂ. അവർക്ക് ഈ ടെൻഷനിടയിൽ അവരത് കണ്ട് ചിരിക്കുന്നു എന്നുള്ളത്. വേറെ എന്നോട് ഒരാൾ, വലിയ ഒരു ബെഡ്റിഡനായിട്ടുള്ള ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തളർന്ന് കിടക്കുകയാണ് വർഷങ്ങളായിട്ട്. അപ്പം യൂട്യൂബിലും TV-യിലും ഒക്കെ വന്നിട്ടുള്ള എല്ലാ പരിപാടിയും ഇനി ഒന്നും ബാക്കിയില്ലാത്ത രീതിയിൽ 1ഉം 2ഉം തവണ കണ്ടിട്ടുണ്ട്. എനിക്ക് ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീൽ കിട്ടും എന്നൊക്കെ അങ്ങനെ ചിലരൊക്കെ പറഞ്ഞ മൊമെന്റുകളും ഉണ്ട് ജീവിതത്തിൽ, അത്രേ ഉള്ളൂ. ഓക്കെ, ഈ എന്താ പറയാ, ഈ സീതാരാമൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേ എനിക്കറിയില്ലായിരുന്നു, ഞാൻ കാണുമ്പോഴും ചേട്ടന്റെ സൗണ്ട് നമ്മൾ ആ സിനിമയിൽ ഇങ്ങനെ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കുമ്പോൾ ഇതിങ്ങനെ ഡബ് ചെയ്യുന്നത് ആരാണെങ്കിലും ഒന്നും അറിയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് എന്റെ ബ്രദറെ പറയടി ശരടി ചേട്ടനാണ് അത് ഡബ് ചെയ്തേക്കുന്നത്. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? അയ്യോ സോറി, അയ്യോ ദർജോയ് അത് നല്ലതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആരോ ഒരാളെയൊക്കെ വേറെ ചെയ്യിക്കാൻ നോക്കിയിരുന്നു. അയാൾ അതിലൊരു നാടകക്കാരനായതുകൊണ്ട്. ചേട്ടൻ ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന മൂവി അല്ലേ ഇത്? അല്ല, വേറെ ഏതിലേക്കാ ഡബ് ചെയ്തിട്ടുള്ളത്? അതൊക്കെ ഉണ്ട്. ഒരു സമയത്ത് ഈ അല്ലു അർജുന്റെ പടങ്ങൾ ഇവിടെ വന്ന കാലത്തൊക്കെ 4ഉം 5ഉം പേർക്കൊക്കെ ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ട്. അന്ന് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ശബ്ദ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് അതൊന്ന് ഒതുക്കി എന്നുള്ളതുള്ളൂ. അതിന് മുമ്പ് ചെയ്യുമായിരുന്നു, പലരും ചെയ്യുമായിരുന്നു. അപ്പൊ അത് എന്നോട് ഇങ്ങനെ ദുൽഖറിന്റെ പടമാണ്, അതിന്റെ കമ്പനിയിൽ നിന്ന് വിളിച്ചു, ഇങ്ങനെ ഒരു ക്യാരക്ടറാണ്, അയാൾ ഇടയ്ക്ക് ഇച്ചിരി നാടകീയമാണ്, ഇടയ്ക്ക് വളരെ റിയലാണ്, 2 കാലഘട്ടം ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യാൻ നോക്കി, ഒറ്റ ചെയ്തിട്ട് തന്നെ ചെയ്തു പോയി. നന്നായി, നന്നായിരുന്നു ചേട്ടാ. ഓക്കെ, രമേശ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഈ പെൺവേഷം കെട്ടും, ഒരുപാട് പെൺവേഷങ്ങൾ കെട്ടും. ചേട്ടൻ എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു വേഷം കെട്ടി നിൽക്കുമ്പോ എപ്പോഴെങ്കിലും ഒരു ചമ്മല് അല്ലെങ്കിൽ ഒരു നാണം അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടാ? എന്തായാലും ഒരു പാഷൻ കൊണ്ട് നമ്മളത് ചെയ്യാണ്. ചമ്മലൊന്നും തോന്നിയിട്ടില്ല. നമ്മളത് ചെയ്യുന്ന സമയത്തൊക്കെ അത് വലിയ ഉപജീവന പ്രശ്നമാണ്. നമ്മൾ ഉത്സവപ്പറമ്പുകളിൽ പോയി ഇതൊക്കെ കെട്ടി നമ്മുടെ വരുമാനമല്ലേ അത്. ഞാനത് ഒരു പണിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ആ സമയത്തൊന്നും എനിക്ക് അങ്ങനെ അതിനൊന്നും ഒരു വിധത്തിൽപ്പെട്ട ചമ്മലും ഒരു വിധത്തിൽപ്പെട്ട സങ്കടവും ഇല്ലാതെ തന്നെയാണ് ആ സംഭവങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് പെൺവേഷം കെട്ടി അന്ന് ഇന്ന് ചെയ്തതിനൊന്നും ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല. ഇപ്പൊ എത്രയോ നാളായി ചെയ്തിട്ട്. സിനിമയിലെ കാലത്തും സ്റ്റേജിലും ഇഷ്ടം പോലെ കെട്ടിയിട്ടുണ്ട്. പെൺവേഷം കെട്ടിയിട്ടുള്ള സമയത്ത് എന്തെങ്കിലും ഒരു കാര്യം പറയാമോ? അത് ഞാനും ധർമ്മജനും ഒരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പെൺവേഷം കെട്ടിയിരിക്കുക.
അപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്കായി. ഊരില്ലേ വിഗും സാധനങ്ങളും അതും ഇതൊക്കെ ഊരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇടണം. അപ്പോൾ ഊരാണ്ട് ഒരു ചെറിയ മയക്കത്തിലൊരു ഇതുപോലെ ഒരു ഹാളിൽ ഇരിക്കുക ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ അതേ സമയത്ത് അവിടെ വേറൊരു 2-2.5 വയസ്സുള്ള കുട്ടികളുടെ ഷോ നടക്കുന്നുണ്ട് ചാനലിൽ. ഒരു ബേബി കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്. അതിൽ പങ്കെടുക്കാൻ വേണ്ടി കുറേ അമ്മമാരും കുട്ടികളും ഒക്കെ വന്നിട്ടുണ്ട്. ഈ 2-3 വയസ്സുള്ള കുട്ടികളുടെ അമ്മമാരെന്ന് പറഞ്ഞാൽ പലർക്കും രണ്ടാമത്തെ കുട്ടി ആയിട്ടില്ല, ഗർഭം അങ്ങനെയൊക്കെയുള്ള ഒരു സമയമാണ് പലർക്കും. ഞാനും ധർമ്മനും ഒരു സെറ്റിൽ ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ ഇവിടെ 2 സ്ത്രീകൾ വന്നിരുന്നു, ഇവിടെ 2 സ്ത്രീകൾ വന്നിരുന്നു. അവർക്കും ബ്രേക്കാണ്, ആ ഷോയുടെയും ബ്രേക്കാണ്. ഒരു ഫ്ലോറിലാണല്ലോ ഷൂട്ടിംഗ് നടക്കുന്നത്, അപ്പുറത്തെ ഇപ്പുറത്തെ ഫ്ലോറിൽ ഷൂട്ടിംഗ് നടക്കുന്നു, ഇവിടെ ബ്രേക്കാണ്. ഇവർ വന്നിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പം പ്രസവം നിർത്തല്, അടുത്ത കുട്ടി വേണോ വേണ്ടയോ തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർ തമ്മിൽ വളരെ വുമൺസ് ഓൺലി ഡിസ്കഷൻ നടക്കുകയാണ്. ഞാനും ധർമ്മനും ഇതിന്റെ ഇടയിൽ ഇരിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞിട്ട് ധർമ്മന് ഒരു കോള് വന്നിട്ട് ഫോൺ എടുത്തിട്ട് പറയടാ എന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ കൂടെ അയ്യോ എന്ന് പറഞ്ഞിട്ട് ചാടി ഒറ്റ ഓട്ടം. ഇവര് ശ്രദ്ധിച്ചില്ല ഞങ്ങളാന്നുള്ളത്. നിങ്ങളാണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയും ചെയ്തല്ലേ. ആദ്യമായി ഞങ്ങൾ ശ്രദ്ധിക്കുന്നൊന്നും ഇല്ലായിരുന്നു. നമ്മള് ഉറക്കമാണ് ഏകദേശം ഞങ്ങൾ ആ സമയത്ത്. പെണ്ണീറ്റ് പോയാലും അവരിതേ അവസ്ഥാനം ഉണ്ടാവുമല്ലോ, മിണ്ടാണ്ട് കേട്ടിട്ട് പോണെങ്കിൽ പോട്ടെ എന്ന് ഓർത്തിരുന്നു. ചേട്ടൻ ശരിക്കും എന്താ പറയാ, ഇപ്പൊ ജയേട്ടന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ചേട്ടൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, അതുപോലെ ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. പക്ഷെ രമേശ് ചേട്ടന്റെ ആ ഒരു എൻട്രി എന്ന് പറയുമ്പോൾ അത് ശരിക്കും ഒരു സ്ട്രഗിളിംഗ് പീരീഡ് ആയിരുന്നു ചേട്ടൻ, അല്ലെങ്കിൽ നമുക്കൊരു കുഴപ്പമില്ല ഒരു എളുപ്പത്തിന് കയറി പോകാൻ പറ്റി അങ്ങനെ ഒരു രീതിയായിരുന്നു? ഇവിടെ സ്ട്രഗിളിങ് ഞാൻ ഈ ഒരു ഏരിയയിൽ പെട്ട കഥകൾ അധികം എവിടെയും പറയാത്തത് കൊണ്ടാണ്. ഞാൻ സലീം കുമാറായിട്ടിൻ്റെ ട്രൂപ്പിൽ പത്രത്തിൽ അപ്ലൈ ചെയ്ത് വന്ന് കിട്ടി. 4 വർഷത്തോളം ട്രൂപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ട്രൂപ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രൂപ്പുകളിൽ കളിച്ചു. അത് കഴിഞ്ഞിട്ട് എത്രയോ എപ്പിസോഡുകൾ ഇവിടുന്ന് ഞാൻ സ്റ്റേജ് ഷോ ചെയ്യുമ്പം തിരുവനന്തപുരത്താണ് TV ഷൂട്ടിങ്. രാത്രി ബസ്സിന് തിരുവനന്തപുരത്ത് പോകും, അവിടെ ഷൂട്ട് ചെയ്യും, തിരിച്ചു വരും, തിരിച്ചു വന്ന് സ്റ്റേജ് പരിപാടിക്ക് പോകും. അങ്ങനെ ഇപ്പം നോക്കൂ, ആ സമയത്ത് ഇപ്പം സലീമേട്ടൻ്റെ ട്രൂപ്പായതുകൊണ്ട് തിരക്കിട്ടില്ലാത്തൊരു ട്രാവലറെങ്കിലും ഉണ്ട്. ആ സമയത്തുള്ള എല്ലാവരും ഇപ്പോൾ ഞാൻ ട്രൂപ്പിൻ്റെ വണ്ടിയിൽ, എനിക്ക് വലിയ നടുവേദന പ്രശ്നം ഉണ്ടായിരുന്നു കുറേ നാൾ. ട്രൂപ്പിൻ്റെ വണ്ടിയിൽ ഏറ്റവും ബാക്കിലത്തെ സീറ്റിലാണ്. കാരണം പുതിയ പിള്ളേർക്കും ഒക്കെ അങ്ങനെ ഇരിക്കുള്ളൂ. അതിനകത്തൊരു പ്രോട്ടോകോളൊക്കെ ഉണ്ട്. ഏറ്റവും ബാക്കിലത്തെ സീറ്റിലാണ് ഞാൻ ഇരിക്കുന്നത്. അതിൻ്റെയും ബാക്കിലത്തെ ഡോറ് തുറന്നിട്ട് ഈ ഡിക്കിയിൽ സാധനം കയറ്റുന്ന മൈക്കിൻ്റെ സ്റ്റാൻഡും അതും ഇതും ഒക്കെ എപ്പോഴും വണ്ടിക്കകത്ത് കയറ്റി വെക്കും. അതുകൊണ്ട് ഈ താഴെ ഒരിക്കലും ലെവലല്ല, മൈക്കിൻ്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടാവും. കാലൊരിക്കലും നമുക്ക് നേരെ വെക്കാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ കാല് വെക്കാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ തൊട്ടടുത്ത സീറ്റ് വളരെ അടുത്തായിരുന്നു. എനിക്ക് കാലിൻ്റെ നീട്ടമുള്ളതുകൊണ്ട് ഞാൻ ഇത് ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരുന്നാണ് ഞാനൊരു 3 വർഷം കാസർഗോഡ്, കോഴിക്കോട്, കണ്ണൂർ, തിരുവനന്തപുരം എന്ന് വേണ്ട സർവ്വ ജില്ലകളിലും നമ്മൾ പരിപാടിക്ക് പോകുന്നത്. ഞാനും എത്രയോ തവണകളിൽ ഷോ കഴിഞ്ഞിട്ട് രാത്രി 1 മണിക്കും 2 മണിക്കും ബസ് സ്റ്റാൻഡുകളിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. ട്രെയിനിൽ കിടന്നുറങ്ങി നാഗർകോവിൽ ഭാഗത്തോട്ട് പോയിട്ടുണ്ട്, ഉറങ്ങിപ്പോയിട്ട് അതെല്ലാം. പക്ഷെ അതൊക്കെ ഞാനതൊക്കെ ഭയങ്കര സ്ട്രഗിൾ. ആ കാലഘട്ടം മുഴുവൻ നമ്മൾ കഷ്ടപ്പെട്ടു എന്നൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതെല്ലാം ആ സമയത്ത് നമ്മൾ വളരെ സന്തോഷിച്ചിട്ടുള്ളതും വളരെ ആഗ്രഹിച്ച് ചെയ്യുന്ന ആളൊന്നും നമ്മളോട് ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ സ്ട്രഗിൾ ചെയ്തു എന്ന് പറഞ്ഞാൽ നിന്നോട് ആരെങ്കിലും പറഞ്ഞു ഇത് ചെയ്യാൻ ചോദിച്ചാൽ തീർന്നില്ലേ? നമ്മൾ എടുത്ത സ്ട്രഗിളുകൾ നമ്മുടെ ആവശ്യമായിരുന്നു എന്നുള്ളത് കൊണ്ട് പിന്നീട് അതിനെ സ്ട്രഗിൾ എന്ന് വിളിക്കാൻ പറ്റിയല്ല. അല്ല, ഞാൻ ചോദിക്കാൻ കാരണം അങ്ങനത്തെ രീതിയിലല്ല. ഇപ്പൊ ചിലവര് പറയും ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാതെ പെട്ടെന്ന് ഇതിലേക്ക് വന്നതാണ് എന്ന് പറയും. ഇപ്പൊ ചേട്ടനൊക്കെ ഇത്രയും വർഷത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ആ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചത്. നമുക്ക് ആരാ ഉള്ളത്? നമ്മൾ തന്നെ ചെയ്തതും നമ്മൾ തന്നെ ഇതിപ്പോ നമ്മൾ കണ്ടോണ്ടിരിക്കുമല്ലേ ആൾക്കാർ എത്ര എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ടാവും, എത്ര മണിക്കൂർ കണ്ടന്റുകൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ഈ ഇടയ്ക്ക് വെറുതെ ഒരു ഊഹം എടുത്തപ്പം സ്റ്റേജ് ഒരു അപ്രോക്സിമേറ്റ് 3000 ആയിട്ടുണ്ടാവും. 3000. അതായത് ആദ്യത്തെ 10 വർഷം ഒരു കൊല്ലം ഒരു 200 സ്റ്റേജ് വെച്ചിട്ട് നമ്മൾ കൂട്ടിയാൽ 2000 സ്റ്റേജ്. രണ്ടാമത്തെ 10 വർഷം ഒരു കൊല്ലം ഒരു 100 സ്റ്റേജ് വെച്ച് കൂട്ടിയാൽ 1000 സ്റ്റേജ്. 2000, 3000 സ്റ്റേജ് വെച്ചോ. TV പരിപാടികളും ഈ കാലപരിധിയിൽ തന്നെ ഒരു 400 എപ്പിസോഡ് സിനിമാലയിലുണ്ട്, ഒരു 450 എപ്പിസോഡ് ബ്ലഫ് മാസ്റ്റേഴ്സ് ഉണ്ട്, ഒരു 280 എപ്പിസോഡ് ബഡായി ബംഗ്ലാവ് ഉണ്ട്, മറ്റ് പരിപാടികളുണ്ട്. ഇതെല്ലാം കൂടെ 400, 800, 1000 മറ്റ് അവാർഡ് നൈറ്റുകളും മറ്റ് സാധനങ്ങളൊക്കെ കൂടെ കൂട്ടിയാൽ അതും വരുന്നുണ്ട് ഒരു 2500 എണ്ണം. ഇത്രയ്ക്കും കണ്ടന്റ് ഉണ്ടാക്കണം. ഇത്രയും ചെയ്തത് ഭാഗ്യമാണ്. നിനക്ക് വർക്ക് ഉണ്ടായിരുന്നല്ലോ, നീ പണിയെടുത്തല്ലോ വെച്ചാൽ ഇത്രയും എണ്ണത്തിനും പരമാവധിയൊക്കെ ആളുകളെ രസിപ്പിക്കുന്ന, ആളുകൾ ചിന്തിക്കുന്ന കണ്ടന്റുകൾ ഉണ്ടാക്കണം, ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ഇതൊക്കെ തെക്ക് വടക്ക് യാത്ര ചെയ്തിട്ടാണ്. അതെല്ലാം ഇതിന്റെ ഭാഗമാണ്. ഈ യാത്രകളൊക്കെ പോകുമ്പോ കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടൊക്കെ ഒരുപാട് ചേട്ടനെ ഹെൽപ്പ് ചെയ്തു. നമ്മൾ അത് തന്നെ മുങ്ങി നിൽക്കുമ്പോൾ പെട്ടെന്ന് കിട്ടും.
നമുക്കിത് വേറൊരു ചിന്തയില്ലടോ. ഇവിടുന്ന് പോയി നാളെ ഇത്ര എപ്പിസോഡ് വേണം, നാളെ ഇത്ര സാധനം വേണം എന്ന് പറഞ്ഞ് ഇത് അവിടെ എത്രതിന് മുമ്പ് ഇത് എങ്ങനെയെങ്കിലും ഉണ്ടാക്കുമായിരുന്നു. ഇപ്പൊ ഈ നമ്മുടെ കോമഡി സ്റ്റാർസിലൊക്കെ ഉണ്ടായിരുന്ന ചേട്ടന്മാരൊക്കെ അവരൊക്കെ ഇങ്ങനെ നോബി ചേട്ടൻ അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, സ്കിറ്റൊക്കെ സ്പോട്ടിലെ ഡയലോഗ് ഒന്നും അറിയില്ല എന്താ സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റേജിൽ വെച്ചിട്ട് സ്പോട്ടിൽ അവർ കുറെ സംഭവങ്ങൾ ചെയ്യുമെന്ന്. രമേശ് ചേട്ടനൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. കാരണം ഇത്രയും ടൈം ഇല്ലാത്ത സംഭവങ്ങൾ അതിന് ആഡ് ഓൺ ചെയ്യപ്പെടും എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ട് സ്പോട്ടിൽ വെച്ച് ചെയ്യാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. അത് പഠിച്ച് അതിന്റെ തുടക്കം ഇന്നതാണ് ഒടുക്കം ഇന്നതാണെന്നൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും, എന്നിട്ടേ ചെയ്യുള്ളൂ. അതിന്റെ ഇടയിൽ ചിലപ്പോൾ സ്റ്റേജിൽ വെച്ചൊരു ഐറ്റം അഡീഷണൽ കയറി കൂടായ്മയില്ല. ഇപ്പോ ഞാൻ ചേട്ടന്റെ വിക്കിപീഡിയ അല്ലെങ്കിൽ നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ സിനിമയുടെ അതേ ലിസ്റ്റിന്റെ ഒപ്പം തന്നെയാണ് ചേട്ടന്റെ ടെലിവിഷൻ ലൈഫ് അങ്ങനത്തെ കുറെ സംഭവങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോ ഈ ഈ ടെലിവിഷനിൽ നിന്നുള്ള ഒരു കോൺഫിഡൻസ് തന്നെ ചേട്ടന്റെ സിനിമയിലേക്ക് വന്നപ്പോ ഉണ്ടായിരുന്നു? ഇത് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു കോൺഫിഡൻസ് രണ്ട് മേഖല തന്നെയാണ്. സ്ക്രീനനുസരിച്ച് വ്യത്യാസങ്ങളുള്ള മേഖലകൾ തന്നെയാണ്. ഇതെല്ലാം ഒരേതല്ല. അത് നമ്മളെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. രണ്ട് തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. നമുക്ക് പിന്നെ ഓൾറെഡി ഒരു ഐഡന്റിറ്റി അതുകൊണ്ടുണ്ടായി. ആ ഐഡന്റിറ്റി ബാധ്യതയുമാണ്, ആ ഐഡന്റിറ്റി നമുക്കൊരു കോംപ്ലിമെന്റ് ചെയ്യുന്ന സാധനവുമാണ്. അങ്ങനെയുള്ളൂ. സിനിമയിലേക്ക് വന്ന് കേറിയപ്പോ എങ്ങനെയായിരുന്നു? ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു? സിനിമ ഞാൻ ഹീറോ ആയിട്ടൊക്കെ വന്നല്ലേ. കപ്പൽ മുതലാളി എന്ന് പറയുന്ന സിനിമയിൽ വന്നു. ആ സിനിമ അന്ന് പൈസ മുടക്കുമുതൽ തിരിച്ചു കിട്ടി, പക്ഷെ അത് വലിയൊരു സക്സസ് ആയില്ല. പിന്നെ ഞാൻ കൊല്ലത്തിൽ 2-3 പടങ്ങളൊക്കെ എനിക്ക് അഭിനയിക്കാനൊക്കെ കിട്ടാറുള്ളൂ പലപ്പോഴും. അതിൽ കൂടുതൽ സിനിമകളൊന്നും ചെയ്യാറില്ല. പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ തന്നെ നടന്ന് സംവിധാനത്തിന് വരുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു, ചെയ്യുന്നു. അങ്ങനെ എങ്ങനത്തെ ക്യാരക്ടറൊക്കെ ചെയ്യണം എന്തോടെ കിട്ടണ ചെയ്യണമല്ലാണ്ട് എങ്ങനത്തെ ഞാനങ്ങനെ ആഗ്രഹിച്ചിട്ട് എന്തോ കാര്യമുള്ളൂ. കർണന്റെ ക്യാരക്ടർ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലാണ്ട് ഞാൻ എന്തോ ചെയ്യാനാ? അങ്ങനെ ആഗ്രഹിക്കാനെന്നുള്ള വേവാടൊന്നും ഇല്ല എനിക്ക് കിട്ടുന്നതിന് ചെയ്യാനൊക്കെ പറ്റുള്ളൂ. ഇപ്പൊ മാളികപ്പുറം നന്നായി എന്ന് എല്ലാവരും പറയുന്നുണ്ട്. നോ വേ ഔട്ട് എന്ന് പറഞ്ഞൊരു പടം ചെയ്തു. 18 ദിവസം വള്ളി തൂങ്ങി കഴുത്തെ തൂങ്ങി ഭയങ്കര പാടുപെട്ട് ചെയ്തതാണ്. അയ്യോ എന്തോരം, ഞാൻ ഇത്രയും പാടുപെട്ടൊരു പടമില്ല. അത് ഞാൻ കർണാടകയിൽ പോയി ബാംഗ്ലൂർ നിൽക്കുമ്പോൾ ഒരു കന്നഡക്കാരൻ വന്നിട്ട് നിങ്ങൾ ഇന്ന പടത്തിൽ അഭിനയിച്ചതല്ലേ, അത് കണ്ടു, ഭയങ്കര പെർഫോമൻസ് ആണ്, നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് പോയി. പക്ഷെ ഇവിടെ പലരും കണ്ടിട്ടില്ല. അപ്പൊ കുറെയൊക്കെ കാണാം. അതൊക്കെ വളരെ പാടുപെട്ട് ത്രൂ ഔട്ട് മുറുകി നിൽക്കുന്ന അവസ്ഥയിൽ ഒരു പടം മുഴുവൻ നിന്നൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ കണ്ടോളാൻ നിർബന്ധമില്ല. അപ്പൊ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, ഇന്ന പോലത്തെ പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് വെറുതെ ആഗ്രഹിക്കുക എന്നല്ലാതെ വരുന്നതനുസരിച്ചൊക്കെ വരും. പക്ഷെ നമ്മളിവിടെയൊക്കെ കറങ്ങി തിരിച്ചിങ്ങനെ നിൽക്കുന്നുണ്ട്. സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാണോ രമേശ് ചേട്ടൻ? ആണ്. പെട്ടെന്ന് തന്നെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ ഞാൻ സിനിമ കണ്ടാ കരയൂല്ലോ. പിന്നെ സിനിമ കണ്ടാ കരയും. ഇമോഷൻസ് ഒക്കെ വന്നാൽ പെട്ടെന്ന് കരയൊക്കെ ചെയ്യും. ഏത് സിനിമ കണ്ടിട്ട് കരഞ്ഞിട്ട്? ഇഷ്ടം പോലെ പടം. ഒരു ചെറിയ സെന്റിമെന്റ് സീൻ വന്നാൽ അപ്പൊ തന്നെ ഞാൻ കരയും. ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. സെൻസിറ്റീവ് സിനിമയൊക്കെ കണ്ട അങ്ങനെയൊക്കെയുള്ള ഒരു എമ്പതി സിമ്പതി എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് എനിക്ക് വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഒരു വിഷയം കണ്ടാൽ നമ്മൾ അതിനെക്കുറിച്ച് കണ്ട ഉടനെ ഒരു തീരുമാനം എടുക്കുന്നില്ല. അതിനെക്കുറിച്ച് ഒന്ന് പഠനം നടത്തി. ഞാൻ എല്ലാ പൊതുവിഷയത്തിലും അഭിപ്രായം പറഞ്ഞോളുന്നില്ല. പക്ഷെ അതിനെക്കുറിച്ച് ഒരു പഠനമൊക്കെ നടത്തി അതെന്താ സംഭവം, എന്താ കാര്യം എന്നൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ തന്നെ ചെയ്യുള്ളൂ. ഇപ്പൊ നമ്മുടെ ഈ ഷോപ്പിന്റെ കാര്യം ചോദിക്കുകയാണെങ്കിൽ ഇപ്പൊ ആദ്യം ചേട്ടൻ പറഞ്ഞ പോലെ എല്ലാത്തിലും വരുന്ന ഒരു സംഭവമാണ് ഈ കേക്ക് എന്നുള്ളത് കൊണ്ട് അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടാണോ സ്റ്റാർട്ട് ചെയ്തത്? അതെ, അതിനൊരു ഹാപ്പിനെസിന്റെ പരിപാടി ഉള്ളത് കൊണ്ട് തന്നെയാണ് ചെയ്തത്. ചേട്ടൻ തന്നെ ചേട്ടന്റെ സ്വന്തം കോമഡീസ് ഒക്കെ കണ്ടിരിക്കാറുണ്ട്? പണ്ട് ചെയ്തതൊക്കെ കണ്ട് ഇപ്പൊ ചിലപ്പോ ചിരിക്കാറുണ്ട്. ചില സാധനങ്ങളൊക്കെ ഓരോ വേഷം കെട്ടലുകളും ഞാൻ മറന്നു പോകും. അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ ഇത്ര എണ്ണം ചെയ്തത് കൊണ്ട് നമുക്ക് ചില ഏരിയ ഓർമ്മയില്ല. ഇപ്പൊ ചില വേഷം കിട്ടിയതൊക്കെ പഴയ എപ്പിസോഡുകളൊക്കെ കുത്തിപ്പൊക്കിക്കൊണ്ട് വരുമ്പോഴോ ചില സാധനങ്ങളൊക്കെ കാണുമ്പോഴോ ഒക്കെ വളരെ ബാലിശമായ തമാശകളും വളരെ അലമ്പ് പരിപാടികളും ഒക്കെ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. അത് കാണുമ്പോ നമുക്ക് ചിരി വരും. അയ്യേ ഇത് എന്തെന്നാണ് ഈ ചെയ്തു വെച്ചേക്കുന്നതെന്നുള്ളത് ഓർത്തിട്ട്. പഴയത് നമുക്ക് അയച്ചു തരുമല്ലോ. ഇങ്ങനെ എന്തെങ്കിലും കിട്ടിയാൽ വേറെ ഒന്നും അയച്ചു തന്നില്ലെങ്കിലും നമ്മുടെ കൂട്ടുകാർ ഇത് നമുക്ക് അയച്ചു തരുമല്ലോ. പഴയ സാധനങ്ങൾ എവിടുന്നേലേക്ക് കുത്തിപ്പൊക്കൊണ്ട് കൂട്ടുകാർ അയച്ചു തരും. അപ്പൊ അത് കാണും, നമ്മുടെ പിടി വിട്ടു പോകും കണ്ടു കഴിയുമ്പോ ഓരോന്നൊക്കെ കാണുമ്പോ. ഇപ്പൊ എന്താ പറയാ, ചേട്ടൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലുള്ള സംഭവങ്ങൾ എന്തൊക്കെയായിരുന്നു? എന്റെ ഏതെങ്കിലും ഒരു പരിപാടിയുടെ യൂട്യൂബിലെ വീഡിയോ എടുത്ത് താഴെ നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ തിരഞ്ഞെടുക്കാം, നല്ലത് നോക്കി തിരഞ്ഞെടുക്കാം. എന്തിനാ ഞാൻ പറയാറുണ്ടോ? നേരിട്ട് പറയാറുണ്ട്. യൂട്യൂബിലും കമന്റിലും ഒക്കെ ആൾക്കാർ നെഗറ്റീവ് പറയാറുണ്ട്. ഈ ക്രിറ്റിസിസം എന്ന് പറയുന്നത് വളരെ ഒരു പ്രൊഡക്റ്റീവായ കാര്യമാണ്. നേരെ പറഞ്ഞു തന്നാൽ നമുക്ക് നമ്മളെ കറക്റ്റ് ചെയ്യാൻ പറ്റും,
നമ്മളോട് ആൾക്കാർ നിനക്ക് ഇന്ന കുഴപ്പമുണ്ട്, താനിപ്പോൾ എന്നോട് ആങ്കർ ചെയ്യുമ്പോൾ എന്താ, അപ്പം ഞാൻ പറഞ്ഞു ഇന്ന വാക്കുകൾ എന്നൊക്കെ പറയുന്ന പോലെ നമുക്കത് പറയാം. മറ്റൊന്ന് നിർത്തിക്കൂടെ എന്നൊക്കെ ചോദിക്കുന്നതാണ്. അതൊക്കെ നെഗറ്റീവായിട്ട് തന്നെ ഞാൻ എടുക്കുകയുള്ളൂ. ഞാൻ എത്ര പാടുപെട്ട് വന്നത്, അത് എന്നോട് നിർത്താൻ പറയുന്നത് എന്താണ്?